الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മെ സദാ സമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഉംറയും ഒരു ഹജ്ജും നിർവഹിക്കുക എന്നുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ നിർവഹിച്ച ആളുകളുണ്ടാകും. ആ കർമ്മം ചെയ്യുവാൻ കാലങ്ങളോളം ആശിക്കുകയും കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിശ്വാസികളെ, ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വലിയ പ്രതിഫലമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഉണർത്തുകയാണ്, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക എന്നുള്ളതാണ്. എന്നാൽ എല്ലാവർക്കും അത് ഒരു പക്ഷേ അങ്ങനെ അവിടെ ചെന്ന് നിർവഹിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കർമ്മങ്ങളെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ആ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതിന് തുല്യമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും എന്നുള്ളതാണ്.
ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്താൽ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് താല്പര്യം കാണിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വമ്പിച്ച പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഫർദ് നമസ്കാരം നിർവഹിക്കുവാൻ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അവർ നിർവഹിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ, ഫർദ് നമസ്കാരം ജമാഅത്തായി കൊണ്ട് നിർവഹിക്കുവാൻ ഒരു വ്യക്തി വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് ശുദ്ധിയോടുകൂടി പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, അവന് ഇഹ്റാം ചെയ്ത ഒരു ഹാജിയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് കൊടുക്കുമെന്നുള്ളതാണ്. നല്ല ഇഖ്ലാസോടുകൂടി, നല്ല നിയ്യത്തോടുകൂടി പുറപ്പെടുക. മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫിൽ ജമാഅ, നിർബന്ധമായ നമസ്കാരത്തിന് വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് നടന്നു പോയാൽ അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് കൊടുക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ഗൗരവത്തോടുകൂടി നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വർഷക്കാലം ഇവിടെ ജീവിക്കുവാനുള്ള അവസരം നൽകിയിട്ട് ആ റബ്ബ് പഠിപ്പിച്ച ഈ ഒരു മേഖലയിൽ എന്റെയും നിങ്ങളുടെയും സമീപനം എന്താണ്? ഇന്നത്തെ സുബ്ഹ് ജമാഅത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലമായി കൊണ്ട് പഠിപ്പിച്ചത്, റമളാനിലെ ഒരു ഉംറ നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ, ആ റമളാൻ മാസത്തിൽ പോയിട്ട് ഒരു ഉംറ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, فإن عمرة في رمضان تقضي حجة معي, ആരെങ്കിലും റമളാനിൽ ഒരു ഉംറ നിർവഹിക്കുന്നതായാൽ എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് സമാനമാണ്. ആ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. എങ്ങനെയാണെങ്കിൽ നല്ല ആഗ്രഹമുണ്ടായിരിക്കണം, നല്ല ആഗ്രഹമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നല്ല ഒരു നിയ്യത്തും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉംറ നിർവഹിക്കുന്നതിലൂടെ നമുക്ക് തരികയാണ്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നന്മ പഠിക്കുന്നതിനോ നന്മ പഠിപ്പിക്കുന്നതിനോ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ, നമ്മുടെ പള്ളിയിലൊരു മതപഠന ക്ലാസ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ് നടക്കുകയാണ്, ഒരു വിജ്ഞാന വേദി നടക്കുകയാണ്, ഒരു മജ്ലിസുൽ ഇൽമ് നടക്കുകയാണ്, അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് പുറപ്പെട്ടാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഔ യഅലമഹു, ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്, ഒരു നന്മ പഠിക്കുകയോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കുകയോ അല്ലാതെ മറ്റൊരു ഉദ്ദേശവും അവന്റെ മനസ്സിലില്ല. ആളുകൾ കാണട്ടെ, ഞാൻ ജമാഅത്തിന് പോകുന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിന് പോകുന്നവനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല,
അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അയാൾ പുറപ്പെട്ടു. കാന ലഹു കഅജ്രി ഹാജിൻ താമൻ ഹിജ്ജതുഹു, എങ്കിൽ അവർക്ക് ഒരു പൂർണ്ണമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കൊടുക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ സദസ്സുകൾ എത്രയാണ് നമ്മുടെയൊക്കെ ചുറ്റുപാടും ഉണ്ടാകാറുള്ളത്? ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു രീതി നമുക്കുണ്ടോ? നമ്മുടെ സാമ്പത്തിക മേഖലയും നമ്മുടെ തിരക്കുകളും അതെല്ലാം നമ്മൾ മാറ്റിവെച്ച് അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ച്, പൊരുത്തം ആഗ്രഹിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകളിലേക്ക് എത്തുന്ന ഒരു പ്രകൃതക്കാരനാണോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ അവൻ ഖുർആൻ പഠിക്കുന്നവനാണ്, അല്ലെങ്കിൽ ആ പരിശുദ്ധ ഖുർആനിനെ പഠിപ്പിക്കുന്നവനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ നമുക്കുള്ള ഗ്രന്ഥമാണ്, അത് മാനവരാശിക്കുള്ള ഗ്രന്ഥമാണ്. നാളെ പരലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഹിദായത്തിന്റെ വെളിച്ചത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സമാധാനം അടഞ്ഞുകൊണ്ടുള്ള ഒരു ഹൃദയം കൊണ്ട് നിനക്ക് നിൽക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ പഠിക്കേണ്ടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിക്കും പ്രിയപ്പെട്ടവരെ, ആ ഒരു മേഖലയിൽ നമ്മുടെയൊക്കെ സജീവത ഉണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു ഹജ്ജിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കൊടുക്കുമെന്നുള്ളതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഒരു ഉംറയുടെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ളുഹാ നമസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത്. എത്രയോ ആളുകൾ ആദ്യം നമ്മൾ നമസ്കാരത്തിന്റെ വിഷയം നമ്മൾ പറയുമ്പോൾ നിർബന്ധ നമസ്കാരം അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം, അല്ലേ? ആ നിർബന്ധ നമസ്കാരം നിർവഹിക്കാതെ നമ്മൾ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ട് എന്തില്ല? വലിയ പ്രതിഫലമൊന്നുമില്ല, വലിയ കാര്യമില്ല. ആദ്യം നമ്മൾ കൃത്യമായിട്ട് 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങളിൽ നമ്മളൊരു ശ്രദ്ധ കൊടുക്കുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ളുഹാ നമസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ വമൻ മശാ ഇലാ സുബ്ഹത്തിൽ ളുഹാ, ആരെങ്കിലും ളുഹാ നമസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ കാന ലഹു കഅജ്രിൽ മുഅ്തമിർ, അവന് ഒരു ഉംറ ചെയ്തവന്റെ പ്രതിഫലമുണ്ട്. ഒരു ഉംറ ചെയ്തവന്റെ പ്രതിഫലാണ് പ്രിയപ്പെട്ടവരെ. നല്ല ഇഖ്ലാസോടുകൂടി, നല്ല നിയ്യത്തോടുകൂടി പള്ളിയിലേക്ക് പോയിട്ട് ളുഹാ നമസ്കരിച്ചാൽ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചെന്താ അറിയോ? മദീനയിലെ മസ്ജിദുൽ ഖുബായിൽ വെച്ച് നമസ്കരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അസ്സലാത്തു ഫീ മസ്ജിദി ഖുബാഇൻ കഉംറ, മസ്ജിദുൽ ഖുബായിലെ നമസ്കാരം ഉംറ നിർവഹിച്ചതിന്റെ പ്രതിഫലത്തിന് തുല്യമാകുന്നു. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്ര ആളുകൾ ഉണ്ടെന്നറിയോ? ആത്മാർത്ഥമായി കൊണ്ട് കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ചെല്ലാൻ, ആ കഅബയെ ഒന്ന് കാണാൻ, അവിടുത്തെ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ, സഫാ മർവയിലൂടെ സഞ്ചരിക്കാൻ, തവാഫ് ചെയ്യാൻ, അതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വളർന്ന നാട്ടിലൂടെ ഒന്ന് ചരിത്രത്തിന്റെ താളുകൾ പുൽകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്.
ഈ പ്രതിഫലങ്ങൾ, ഈ രൂപത്തിലുള്ള കർമ്മങ്ങൾ ഇതുപോലെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ പ്രതിഫലം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഒരു ശ്രദ്ധ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന, ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്ന ചില കർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു കർമ്മം കൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഒരു വ്യക്തി അവൻ ജമാഅത്തായി കൊണ്ട് സുബഹി നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചു. ആ നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ അവിടെ ഇരുന്ന് അല്ലാഹുവിനെ സ്മരിച്ചു. ദിക്ർ കൊണ്ടും ദുആകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും അവന്റെ മനസ്സിനെ അല്ലാഹുവിലേക്ക് അവൻ കേന്ദ്രീകരിച്ചു. അതിനുശേഷം അവൻ 2 റക്അത്ത് നമസ്കരിച്ചു. എത്ര സിമ്പിളായ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സ്വല്ലൽ അദാത ഫീ ജമാഅ, ഒരാൾ ജമാഅത്തായിട്ട് സുബഹി നമസ്കാരത്തിൽ പങ്കെടുത്തു, അവൻ സുബഹി നമസ്കരിച്ചു. എത്ര ആളുകളുണ്ടെന്ന് അറിയോ? ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം അതിൻ്റെ കൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ എത്ര സുബഹി ജമാഅത്തുകളാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്. എത്രയോ ആളുകൾ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ്, ഹയ്യാലസ് സ്വലാത്ത്, നമസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. ഇത് കേൾക്കുമ്പോഴും പുതച്ചു മൂടി കിടന്നുറങ്ങുന്ന എത്രയോ ആളുകൾ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിലിരിക്കുന്ന ഈ ഒരു സന്ദർഭം പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. പഠിച്ചോനെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്ര സുബഹി ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ ഖഅദ, എന്നിട്ട് അവൻ ആ പള്ളിയിൽ ഇരുന്നു, യദ്കുറുല്ലാഹ്, അല്ലാഹുവിനെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട്, തക്ബീറിനാൽ, തഹ്മീദിനാൽ, തഹ്ലീലിനാൽ, അദ്കാറുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ദുആകൾ കൊണ്ടും അവൻ ഇങ്ങനെ ഇരുന്നു. ഹത്താ തത്ലുഅ അശംസു, സൂര്യോദയം വരെ അവൻ ആ പള്ളിയിൽ തന്നെ ഇങ്ങനെ ഇരുന്നു. സുമ്മ സ്വല്ലാ റക്അതൈൻ, അതിനുശേഷം അവൻ 2 റക്അത്ത് നമസ്കരിച്ചു. കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് ഉംറയുടെയും ഹജ്ജിന്റെയും പ്രതിഫലം കൊടുക്കുമെന്നാണ്. നമ്മളൊന്ന് ആത്മാർത്ഥമായി ഒന്ന് ശ്രദ്ധ കാണിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യം. ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, താമത്തിൻ, പരിപൂർണമായ ആ പ്രതിഫലം അവർക്ക് കിട്ടിയെന്നാണ്. 3 പ്രാവശ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആ വിഷയം അവിടെ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്. ഏത് നിമിഷത്തിലും ഏത് സന്ദർഭത്തിലും അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഹൃദയ സാന്നിധ്യത്തോടുകൂടി മലക്കുകളുടെ നല്ല വാക്കുകൾ കൊണ്ട്, മലക്കുകളുടെ നല്ല സമാധാനത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ഈമാൻ ഉണ്ടാകണം, തഖ്വയുണ്ടാകണം, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള പേടിയുണ്ടാകണം. ഓരോ ജുമകളിൽ കേൾക്കുന്ന, ഓരോ ജുമകളിൽ പറയുന്ന അധ്യാപനങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ ഗൗരവം, അതിന്റെ ഗൗരവത്തിൽ നമ്മൾ എടുക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ ആ പ്രതിഫലം ഞാൻ ഒരിക്കലും കളയുകയില്ല. ആ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്നുള്ള നീയത്തോടുകൂടി ആത്മാർത്ഥമായി കൊണ്ട് കർമ്മങ്ങളിൽ കർമ്മനിരതരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു സംരംഭത്തിൽ നമ്മുടെ സാമ്പത്തികമായ സഹായങ്ങൾ